ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ലയ മാധവിന്റെ കയ്യിൽ നിന്ന് ആ മദ്യക്കുപ്പി വാങ്ങിച്ച് വലിച്ചെറിയാൻ വേണ്ടി പോകുമ്പോഴാണ് മാധവ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുതിയിട്ട് ലയയുടെ മുഖത്തിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ പോവാട്ടോ. അത് കണ്ടുകൊണ്ട് നമ്മുടെ അഷിത അവിടേക്ക് വരുന്നുണ്ട്. അഷിത മാധവിന്റെ കൈ പിടിച്ച് തിരിക്കുവാണ്. മാധവേ, നിനക്ക് ബോധമൊക്കെ നഷ്ടപ്പെട്ടോ? നീ എന്താ ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? എനിക്ക് മടുത്തു എനിക്ക് ഈ ജീവിതം മടുത്തു. ഞാൻ ഇവരെയൊക്കെ കൊന്നിട്ട് ഞാൻ ചാവും. ഏടത്തി രക്ഷപ്പെട്ടോ, ഈ നരകത്തിൽ നിന്ന് ഏടത്തി ഓടി രക്ഷപ്പെട്ടോ. മാധവ്, ഇത് അല്പം കൂടുതലാണ് കേട്ടോ. ഏടത്തി മാറ്, എനിക്ക് ഇവിടെ കൊല്ലണം. അതിനുശേഷം ഈ തള്ളേനെ എനിക്ക് കൊല്ലണം. മാറ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഷിത മാധവിന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ്. എന്നിട്ട് ലയെടുത്ത് പറഞ്ഞില്ലേ, ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പൊ ഈ നിമിഷം തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇപ്പൊ രാവെന്നോ പകലെന്നോ ഒന്നുമില്ല. രാവിലെ 9 മണി ആവണേ ഉള്ളൂ. അപ്പോഴേക്കും മാധവ് വെള്ളത്തിന്റെ അടിയിലാണ് കിടക്കുന്നത്. നമുക്കിപ്പൊ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ പോകണം. ഇഷിത പറഞ്ഞ നല്ലൊരു ഡോക്ടർ ഉണ്ട്, അവിടേക്ക് തന്നെ പോയാലോ? ഞാൻ എവിടെ വേണമെങ്കിലും വരാം അഷിതേച്ചി എന്ന് ലയ പറയണം. അങ്ങനെ മാധവിന്റെ കൈ നന്നായിട്ട് പിടിച്ച് കെട്ടിയതിനു ശേഷം ലയയും അഷിതയും കൂടി ചേർന്ന് മാധവിന്റെ കൈ നന്നായിട്ട് പിടിച്ച് വലിച്ചു മുറുക്കി കെട്ടുവാട്ടോ. അതിനുശേഷം അവർ ആ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. മാധവാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെയിട്ട് കാണിച്ചു കൂട്ടണത്. മാറ്, എനിക്ക് പോകണം, എന്നെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിമാരൊക്കെ ചേർത്തിട്ട് മാധവിനെ പിടിച്ച് വലിച്ച് ആ ഒരു കെട്ട് നന്നായിട്ട് കെട്ടിയിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഡോക്ടർ ചോദിക്കണ്ടേ എന്താ പ്രശ്നം ചോദിക്കുമ്പോ ഒന്നും പറയണ്ട ഡോക്ടർ, കുറച്ച് ഫാമിലി പ്രശ്നമുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഏത് നേരവും കുടി തന്നെയാണ്. രാവിലെ എന്നില്ല, രാത്രി എന്നില്ല, മാറുന്നില്ല, വീടെന്നില്ല. അതിനുശേഷം എല്ലാവരോടും വല്ലാത്തൊരു പകയും കാര്യങ്ങളാണ്. അല്ല, ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ അഷിത പറയുവാട്ടോ. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് ഇദ്ദേഹത്തിനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇദ്ദേഹത്തിന്റെ അമ്മയും വലിയൊരു തെറ്റുകാരിയാണല്ലോ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ അവസ്ഥക്ക് കാരണം ഇവരുടെ അമ്മ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ അഷിത പറഞ്ഞിട്ട്, ആണ് ഡോക്ടർ, പക്ഷേ മാധവ് നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. ഭാര്യനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതോടെ ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റി. ശരി, നിങ്ങളിപ്പോ കൊണ്ടുവന്നത് വൈകിയ സമയത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് മാധവിന്റെ ഇത് അഡിക്ഷൻ മാറാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ എന്നാലും 100% മാറും, അത് ഉറപ്പാണ്. പക്ഷെ അതിനാദ്യം വേണ്ടത് ഭാര്യയുടെ നല്ല സ്നേഹം നിറഞ്ഞ മനസ്സും സാമീപ്യമാണ്. നിങ്ങൾക്കതുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ലയ പറയുന്നുണ്ട്, ഡോക്ടർ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, മാധവിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ മാധവിനെ കുറ്റപ്പെടുത്തില്ല, മാധവിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ശരി, അത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ സ്നേഹവും പരിചരണവും ഉണ്ടെങ്കിൽ മാത്രമേ മാധവ് തിരിച്ചു വരുള്ളൂ. ഇനി നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും, ഉറപ്പായിട്ടും ജനിക്കും. രണ്ടുപേർക്കും പ്രശ്നമില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ലല്ലോ, കൂടി വന്ന ഒരു 3 വർഷം, 5-6 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ ജനിക്കുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം പരസ്പരം സ്നേഹിച്ചൊന്ന് ജീവിക്കും മക്കളെ, അതിനുശേഷം എല്ലാം നടക്കും എന്ന് ഡോക്ടർ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ലയക്കും സമാധാനമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ട്രീറ്റ്മെന്റിലാണ് മാധവ് കേട്ടോ. തിരിച്ച് ലയയും അഷിതയും വീട്ടിലേക്ക് വരുന്നുണ്ട്. മാധവ് അവരുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിനെ അമ്മ അപ്പോഴും അഷിതനെ കുറ്റപ്പെടുത്തുക കേട്ടോ. എന്റെ മോനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, ഇനിയിപ്പോ നിനക്കും നിന്റെ അനിയത്തിക്കും ചിരിക്കാനുള്ള വകയായല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താണ്. അത് കേൾക്കുമ്പോൾ ലയ പറഞ്ഞ, അമ്മ മതി, നിർത്ത്. ഇത്രയും നാള് അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ അഷിതേച്ചിനെ കുറ്റപ്പെടുത്തി. ഇപ്പൊ എനിക്ക് തോന്നുന്നു, നേരത്തെ മാധവിനെ ഈ ഒരു അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ആക്കേണ്ടതായിരുന്നു. മാധവിന്റെ ജീവിതം തുറച്ചത് സത്യം പറഞ്ഞാൽ അമ്മ തന്നെയല്ലേ അമ്മേ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. എന്നിട്ട് എന്റെ മനസ്സിൽ വിഷം നിറച്ചു തന്നു. ഒരു കുഞ്ഞുണ്ടാവാത്തതിന്റെ മാനസിക പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു, അത് നിങ്ങൾ മുതലെടുത്തു. ഇനിയില്ല, എനിക്ക് കുഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്റെ മാധവിന് മതി. കുഞ്ഞ് അത് ദൈവം എനിക്കും എന്റെ മാധവിനും തന്നോളും. എന്തായാലും ഇഷിത ഞങ്ങളോട് ക്ഷമിച്ചു, അത് തന്നെ വലിയ കാര്യം. ഇനി കുഞ്ഞുങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. അഷിതേച്ചി, ഞാൻ ഇനി ഒരിക്കലും ഇവര് പറഞ്ഞത് കേൾക്കില്ല എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ അഷിത പറയണ്ടേ, എന്തായാലും ലയയും മാധവും രക്ഷപ്പെടും, അത് നിങ്ങൾ കാണും. അപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ ചീത്ത ചിന്താഗതി മാറി കിട്ടോ എന്നൊക്കെ ഒരു അഷിതയും അകത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ഇഷിതനെ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറയണ്ട. അപ്പൊ ഇഷിത പണ്ട്, നന്നായി ചേച്ചി, ഇത് താമസിച്ചു പോയെന്ന് ഞാൻ പറയുള്ളൂ, നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എപ്പോഴെങ്കിലും അത് ചെയ്തല്ലോ, നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് ഇഷിതക്ക് എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുക കേട്ടോ. ഇഷിതക്ക് സന്തോഷമാവുന്നുണ്ട്. ഇഷിത പറഞ്ഞിട്ട്, എനിക്ക് ഓരോ ദിവസവും പോകും തോറും മഹേഷിനോടുള്ള പ്രണയം കൂടി വരുവാണ്. മഹേഷ് പണ്ടോ, എനിക്ക് എന്റെ കാര്യം അങ്ങനെ തന്നെയാടോ. എനിക്കിപ്പോൾ ഇഷിത എന്ന് കേൾക്കുമ്പോൾ തലക്കൊരു പ്രാന്ത് പോലെയാണ്. ആദ്യമായിട്ടാണ് ഒരു ഭാര്യയുടെ സ്നേഹം, ഒരു അമ്മയുടെ സ്നേഹം, ഒരു കൂടപ്പറപ്പിന്റെ സ്നേഹം, സുഹൃത്തിന്റെ സ്നേഹം എല്ലാം ഒരാളിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഇഷിത എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയുടെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാണ് മഹേഷ്. അപ്പൊ ഇഷിത ഈ
മാധവിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നന്നായി, മാധവും ലയും നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അവര് നന്നായിട്ട് ജീവിക്കോടോ. മാധവ് ഞാൻ കണ്ടെടുത്തോളം അത്ര ചീത്ത പയ്യനൊന്നും അല്ല, പിന്നെ അയാൾക്ക് ഇപ്പൊ ഒരുപാട് കുറ്റബോധം ഉണ്ട്. കാരണം എന്താണ്, അയാളെ ഭാര്യ നല്ല രീതിയിൽ അയാൾ സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണ് അയാൾ വീണ്ടും തന്നെ അന്വേഷിച്ച് വന്നത്. പക്ഷെ അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. മാധവിനോട് സംസാരിക്കുമ്പോൾ ഞാനും കുറച്ച് പരക്കനായിട്ടാണ് സംസാരിക്കണത്, നമുക്കൊന്ന് അയാളെ പോയി കാണുകയൊക്കെ ചെയ്യാം എന്ന് മഹേഷ് പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കണത് നമ്മുടെ ആകാശിനെയും അതുപോലെ തന്നെ സുമീനെയാണ് കേട്ടോ. സുമി ആകാശിനോട് പറയണ്ട, ആകാശ് വലിയൊരു ട്രാപ്പിലാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്. ആകാശിനെ രക്ഷിക്കാൻ അൻസാരിദാസ് പറയുന്നുണ്ടെങ്കിലും അയാളെ കൊണ്ടൊന്നും പറ്റില്ല. ആകാശ് എന്നെ വിശ്വസിക്കുക, എന്നെ താലി കെട്ടി ആകാശിന്റെ കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആകാശിനെ സിമ്പിളായിട്ട് ആതിര കേസിന് രക്ഷപ്പെടുത്തും. ഇനി വരാൻ പോകുന്ന പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. എനിക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ടെന്ന് ആകാശിന് അറിയാലോ. എന്ത് പറയുന്നു, കൈ കൊടുക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ രചനക്ക് അപ്പോഴും സംശയമൊന്നും തോന്നണമെന്നില്ല കേട്ടോ. എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തോന്നുന്നുണ്ടെങ്കിലും രചന അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിചാരിക്കുന്നില്ല. പിന്നീട് ആകാശ് സുമിക്ക് കൈ കൊടുക്കാണ്, പിടി കൊടുക്കാണ്. അതെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്ന് പറയാണ്. സുമി പറയണ്ട്, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, ഞാന് നേരത്തെ തന്നെ നമുക്കൊരു അപേക്ഷയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നമുക്ക് നേരെ പോയിട്ട് ഓഫീസിൽ പോവാം, രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറയാണ്. അതൊരു തെളിവാണല്ലോ. പിന്നെ വിവാഹം അത് അമ്പലത്തിൽ വെച്ച് നടത്തണം, പള്ളി വെച്ച് നടത്തണം എന്നൊക്കെ നമ്മുടെ ആചാരം പോലെയാണല്ലോ. എന്തായാലും വിവാഹം നമുക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയണം. അങ്ങനെ നമ്മുടെ രചനനെ പറ്റിച്ചുകൊണ്ട് ആകാശ് സുമിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോഴും മണ്ടി രചനക്ക് ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ മഹേഷും അതുപോലെ തന്നെ വിനോദും നന്നായിട്ട് അറിയുന്നുണ്ട്. വിനോദ് വിചാരിക്കും, എന്റെ ചേട്ടനെ പറ്റിച്ച് പോയവളല്ലേ, ആകാശ് ഇപ്പൊ എന്തോ വലിയ ജീവിതം കൊടുക്കുമെന്നോ ആകാശ് മലമറിക്കുമെന്നോ എന്തൊക്കെയായിരുന്നു, അപ്പൊ അവർക്ക് ഈ കാര്യം അറിയിക്കണ്ടേ എന്ന് വിനോദ് വിചാരിക്കുകയാണ്. ശേഷം വിനോദ് രചനനെ ഇങ്ങനെ കാണാൻ തന്നെ നിൽക്കുമായിരുന്നു. നമ്മുടെ മഹേഷിന് അപകടം പറ്റാൻ കാരണം രചനയാണല്ലോ. അങ്ങനെ രചനയെ കാണുമ്പോൾ രണ്ട് വർത്താനം ആകാശ് പറയുന്നുണ്ട്. നിങ്ങൾ കാണുവാണ്, എൻ്റെ ഏട്ടത്തിക്ക് വെച്ച കെണിയിലാണ് എൻ്റെ ഏട്ടൻ വീണത്, നിങ്ങൾക്ക് നാണൂല്ലല്ലോ, നിങ്ങളും എൻ്റെ ഏട്ടൻ തമ്മിൽ ബന്ധം ഉപേക്ഷിച്ചതല്ലേ, എന്നിട്ട് പിന്നെ എൻ്റെ ഏട്ടൻ്റെ പുറകെ നിൽക്കാൻ നിങ്ങൾക്ക് നാണൂല്ലേ, എന്തോ ആകാശം മലമറിക്കുമെന്നൊക്കെ വെച്ചിട്ട് ആകാശിന്റെ പുറകെ പോയതായാലോ, ഇപ്പൊ എന്തായി, ആകാശം മലമറിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രചനയുടെ മുഖമൊക്കെ ആകെ മാറുവാട്ടോ. അതിനുശേഷം നമ്മുടെ വിനോദ് പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ സത്യം അറിയുന്നോ, നിങ്ങൾ അറിഞ്ഞു കാണില്ലായിരിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട കാമുകൻ ആകാശ് മേനോൻ ഇന്ന് വിവാഹിതനായി. എന്തൊക്കെയാ വിനോദ് നീ പറയണത്, നിനക്ക് തലക്ക് വട്ടാണോ എന്ന് നമ്മുടെ രചന ചോദിക്കുമ്പോ വിനോദ് പറയണ്ട്, സത്യം ഞാൻ പറഞ്ഞത്, ആകാശ് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വിവാഹം കഴിച്ചെന്നോ, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാതും ചെവിയും നന്നായിട്ട് കൂർപ്പിച്ചെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പറയണം. പിന്നീട് രചനക്ക് മനസ്സിലാവുന്നുണ്ട് ആകാശം സുമിയും തന്നെ ചതിക്കുകയാണെന്ന്. പിന്നെ രചനയുടെ സ്വഭാവം എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, വീണ്ടും മഹേഷിന്റെ അടുത്തേക്ക് തന്നെ വരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ നല്ല നല്ല എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ, അതിലൊരു സംശയവും ഇല്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.